ദീർഘനിശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് പോലും പിണറായി വിജയനും മകൾക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുക്കുന്നില്ല. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡി ഒരുങ്ങുന്നത്. എക്സാലോജിക് കമ്പനിയുടെ മാത്രമല്ല, ലേക്കർ ഇന്ത്യ കോർപ്സ് എന്ന തട്ടിക്കൂട്ട് കമ്പനിയെക്കുറിച്ചും ചോദിച്ചറിയാൻ ഒരുപാടുണ്ട്. ചോദ്യം ചെയ്യലിന് നോട്ടീസ് ഉടൻ അയക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇതോടെ അച്ഛനെ വിളിച്ച് രക്ഷിക്കണേ എന്ന് മകളുടെ കരച്ചിൽ. പിണറായിക്ക് വെള്ളിടി വെട്ടി നിൽക്കുകയാണ്. മുന്നണിയിൽ പോരാളിക്കത്തുന്നു. മാസപ്പടി കേസിൽ പാർട്ടിയെയും മുന്നണിയെയും വലിച്ചിഴക്കരുത് എന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായിയുടെ കുടുംബം പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. കിട്ടിയ അവസരം മുതലെടുത്ത് പിണറായിക്കിട്ട് പണിഞ്ഞ് CPIയും കടുപ്പിക്കുന്നു. ഈ വിഷയത്തിൽ മുന്നണിയിൽ തീ കൊളുത്തിയിരിക്കുകയാണ് CPI. പിണറായി വിജയന്റെ മകൾ വീണയുടെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെയും ഹവാല ഇടപാട് ആരോപണം ശക്തമാകുന്നതോടെ മൂവരും പാർട്ടിയിലും മുന്നണിയിലും ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. കഴിഞ്ഞ ദിവസം മാസപ്പടി കേസിനെ പ്രതിരോധിക്കാനായി പിണറായി വാർത്താ സമ്മേളനം നടത്തി ഇഡിയുടെ വാർത്താക്കുറിപ്പിനെ വിമർശിച്ചിരുന്നു. എന്നാൽ ആരും തന്നെ പിണറായിയെ പിന്തുണച്ച് രംഗത്തേക്ക് വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇഡി ഇതുപോലെ എന്തെങ്കിലും ഒരു നീക്കം നടത്തുമ്പോൾ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത് CPMന്റെ മുതിർന്ന നേതാക്കളായിരുന്നു. എന്നാൽ അവരാരും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. മുന്നണിയിൽ മുൻപ് പിണറായിയെ പിന്തുണച്ച് സംസാരിച്ചിരുന്ന ഘടകകക്ഷികളും ഇപ്പോൾ അനങ്ങുന്നില്ല. പിണറായി വിജയൻ തനിയെ വാർത്താ സമ്മേളനം നടത്തി തന്റെ ഭാഗം ന്യായീകരിക്കേണ്ട, വെളുപ്പിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ മുൻപ് ഇങ്ങനത്തെ ഒരു ഗതികേട് പിണറായിക്ക് ഉണ്ടായിരുന്നില്ല. പിണറായിക്കും കുടുംബത്തിനുമെതിരെ എന്തെങ്കിലും വന്നാൽ അത് പാർട്ടി നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പാർട്ടിയെ കിട്ടില്ല എന്നുള്ള ഒരു താക്കീത് പിണറായിക്ക് കിട്ടിയിരിക്കുകയാണ്. നിയമസഭാ ഉപനേതാവ് പ്രശ്നത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI പിണറായിക്കെതിരെ ശക്തമായി രംഗത്തുണ്ട്. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാസപ്പടി കേസിൽ പ്രതികരിച്ചത്. വളരെ പുച്ഛത്തോടെയായിരുന്നു പിണറായി കുടുംബത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞത്. ഇതോടെ LDFലും പിണറായി കുടുംബം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം കൊടുക്കൽ വാങ്ങലിലൊന്നും CPIക്ക് പങ്കില്ല എന്നും പാർട്ടിക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചത്. വിഷയത്തിൽ ലക്ഷങ്ങളുടെ ഹവാല ഇടപാട് നടന്നുവെന്ന് ഇഡി വ്യക്തമാക്കിയിരുന്നു. പാർട്ടി നേതാക്കളുടെ പരിചയക്കാരെ വരെ ഇഡി വേട്ടയാടുകയാണെന്നും ഇത്തരം നീക്കത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM വ്യക്തമാക്കുമ്പോഴായിരുന്നു CPI വേറിട്ട നിലപാട് സ്വീകരിച്ചത്. അതായത് ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്നുള്ള നിലപാട് CPI സ്വീകരിച്ചിരിക്കുന്നതും. ഇത് മുന്നണിയിൽ മാസപ്പടി കേസിൽ പിണറായിയെയും മകളെയും പിന്തുണയ്ക്കാൻ ഒരു കൂട്ടർ തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ വിവരമാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ഇതിനിടെ വീണയെ അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് ഇഡി നൽകുന്ന സൂചന. അതായത് ഓണം കഴിയുന്നത് വരെ ഒരു അവധി കൊടുത്തിരിക്കുകയാണ് പിണറായി കുടുംബത്തിന്. അതിനുശേഷം വീണ്ടും ഇഡി ശക്തമായ നടപടികളിലേക്ക് കടക്കും എന്നാണ് വിവരങ്ങൾ. ഈ ഓണവും പിണറായി കുടുംബത്തിന് ഏതാണ്ട് വെള്ളത്തിലായ മട്ടാണ്. പക്ഷേ കഴിഞ്ഞ തവണ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ തവണ വീണ വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ സൈബർ സ്പേസുകളിൽ ഓണാഘോഷത്തിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ ഊഞ്ഞാലാടുന്നു, മുഹമ്മദ് റിയാസ് വീണയെ ഊഞ്ഞാലാട്ടുന്നു. ഈ ചിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് കണ്ടതാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നില്ല. അതായത് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മനോനിലയിലല്ല പിണറായിയും മകളും കുടുംബവും ഒക്കെ ഉള്ളത് എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുന്നു. ഇതുകൂടാതെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ അത് വെറും ഒരു ചോദ്യം ചെയ്യലായിരിക്കില്ല. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയാൽ പിണറായി വിജയന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുക. ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് ഇനി ഒന്നും ഒളിച്ചു വെക്കാൻ സാധിക്കില്ല. ഇതിനുശേഷമായിരിക്കും മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിക്കുക. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീടുകളിലും ഇഡി നടത്തിയ റെയ്ഡുകളിൽ നിർണായക രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഹവാല ഇടപാടുകളിലും തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്ക് ഇഡി അന്വേഷണം നീളുകയാണ്. ഹവാല ഇടപാടിൽ വീണയ്ക്കെതിരെ ഫെമ കേസും ഉടൻ രജിസ്റ്റർ ചെയ്യും. 20 കോടിയുടെ കറൻസി ഇടപാടിലും ദുരൂഹതകളുണ്ട്. 2021 സോളസ് എന്ന പരസ്യ കമ്പനിക്ക് വീണ പണം കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പണം കൈമാറിയത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. CMRL നിന്ന് ലഭിച്ച പണമാണോ കമ്പനിക്ക് നൽകിയത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്.
വീണയുടെ ഡയറിയിൽ നിന്നാണ് സോളസ് കമ്പനിയുമായുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചത്. മാസപ്പടി കേസിൽ വീണയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മെയ് 27-ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. ഈ ഡയറിയിലെ ആദ്യ 9 പേജുകളിൽ പണമിടപാടുകളുടെ വിവരങ്ങളും പണം കൈപ്പറ്റിയ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരുകളും ഉണ്ടായിരുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനങ്ങൾ കൂടി കണ്ടെത്തിയതോടെ വീണയ്ക്കെതിരെ ഫെമ പ്രകാരവും കേസ് ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വീണ ദുബായിലേക്ക് കടത്തിയത് 85 ലക്ഷം രൂപയാണെന്നാണ് ഇഡി പറയുന്നത്. പണം നൽകിയത് ആർക്കാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. 20 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസി ഇടപാടുകളും ദുരൂഹമാണ്. ഇന്റർനെറ്റ് കോളിന് വേണ്ടി വീണ ഉപയോഗിച്ച സിം ഡിവൈഎഫ്ഐ നേതാവ് നന്ദുലാലിന്റെ പേരിലാണെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. സിം കാർഡ് നൽകിയത് വീണയും റിയാസ് പറഞ്ഞിട്ടാണെന്ന നന്ദുലാലിന്റെ മൊഴിയും ഇവർക്ക് കുരുക്കാവുകയാണ്. ഇക്കാര്യത്തിൽ ഇഡിയുടെ നിർണായക നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. ഇഡിയുടെ അന്വേഷണത്തിൽ അസ്വസ്ഥനായി നിൽക്കുകയാണ് പിണറായി വിജയൻ. അതുതന്നെയായിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതും. അതായത് മകൾക്ക് വേണ്ടി അച്ഛന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. പക്ഷേ മുൻപ് ഇതായിരുന്നില്ല പിണറായി വിജയന്റെ സ്ഥിതി. പിണറായി വിജയന് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഒരു വാർത്താ സമ്മേളനം പോലും വിളിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടി തന്നെ വന്നിരുന്ന് മെഴുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടത്. എന്നാൽ ആ കീഴ്വഴക്കത്തിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്വയം ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അങ്ങ് പറഞ്ഞോളൂ എന്നാണ് പാർട്ടിയുടെ നിലപാട്. അല്ലാതെ താങ്ങാൻ ഞങ്ങളെ ആരെയും കിട്ടത്തില്ല എന്നുള്ളത് ഏകദേശം ഇപ്പോൾ പിണറായിക്കും വ്യക്തമായിട്ടുണ്ട്. നേതാക്കന്മാരുടെ നിലപാട് അതാണ് എന്നുള്ളത് പിണറായിക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ എല്ലായ്പ്പോഴും സംരക്ഷിച്ച് നിന്നിരുന്നത് MV ഗോവിന്ദനും AK ബാലനും EP ജയരാജനും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ അവരാരും ഇപ്പോൾ അനങ്ങുന്നില്ല. ആകെപ്പാടെ ഒന്ന് സംസാരിക്കാൻ, ഒരു വാർത്താ സമ്മേളനം നടത്താൻ രംഗത്തേക്ക് വരുന്നത് MV ഗോവിന്ദൻ മാത്രമാണ്. അത് പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണയാണ്. പാർട്ടി സെക്രട്ടറി കസേര MV ഗോവിന്ദന് കൊടുത്തത് പിണറായി വിജയനാണല്ലോ. ആ ഒരു കൂറാണ് MV ഗോവിന്ദൻ ഇപ്പോഴും കാണിക്കുന്നത്. പിണറായി വിജയന് ഗതികേട് കൊണ്ട് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നതാണ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടത്. പിണറായി വിജയൻ സ്വയം അങ്ങ് മെഴുകുകയായിരുന്നു. താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ ഒരു ഹവാലയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി. അന്വേഷണവുമായി വീണ സഹകരിച്ചുവെന്നും ഇനിയും സഹകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞത്. വീണ തന്റെ മകളാണ് എന്ന പേരിലാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. വീണ ഒരുപാട് സ്വത്തിന്റെ ഉടമയല്ല. ഇതിൽ കേൾക്കുന്ന പണവും വലുതല്ല. തന്റെ മകളായതിനാൽ വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. സാധാരണ ഇഡി വാർത്താക്കുറിപ്പ് ഇറക്കാറില്ല, വെബ്സൈറ്റിലാണ് വിവരം നൽകാറ്. ഈ വിഷയത്തിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. വാർത്താക്കുറിപ്പിൽ P വിജയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി എന്നും പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ തനിക്കെതിരെ വാർത്ത നൽകുന്ന ചില മാധ്യമങ്ങളുണ്ട്. ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വീണ പണം മാറ്റിയെന്ന വാർത്ത നൽകിയത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാമെന്നാണോ കരുതുന്നത്? അന്വേഷണവുമായി വീണ സഹകരിച്ചു. വിവരങ്ങൾ നൽകാൻ ഇനിയും മടിയുണ്ടാകില്ല. താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ ഒരു ഹവാലയും നടത്തിയിട്ടില്ല. അതിന്റെ പൂർണ്ണ ബോധ്യമുണ്ട്. ഈ കൈകൾ ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കുമെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.